തിരുവനന്തപുരം വെമ്പായത്ത് 4 വയസ്സുകാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മാതാവിന്റെ സുഹൃത്ത് അറസ്റ്റിലായത് കന്യാകുമാരി സ്വദേശി വിൻസ്രാജ്. മദ്യപിച്ചെത്തിയ പ്രതി കുട്ടിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത് ഉണരാം ഒന്നിക്കാം മാലിന്യമുക്ത നെടുമങ്ങാടിനായി എന്ന സന്ദേശവുമായി. മനുഷ്യച്ചങ്ങല തീർത്തത് നെടുമങ്ങാട് ചന്തമുക്ക് മുതൽ നഗരസഭാ ഓഫീസ് വരെ. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ പ്രതിജ്ഞാവാചകം ചൊല്ലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മലക്കപ്പാറയിൽ ഇസാഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു. മലക്കപ്പാറ നിവാസികളുടെ ആവശ്യത്തെ തുടർന്ന് കസ്റ്റമർ സർവീസ് പോയിന്റ് ആരംഭിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം. കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ നിർവഹിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും പൊതുസമ്മേളനവും നടന്നു. സമ്മേളനം അൽക്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറയും പൊതുസമ്മേളനം അൽക്ക സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂരും ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 4, 5, 6 തീയതികളിൽ VKS ശാസ്ത്ര സാംസ്കാരികോത്സവം പറവൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ സംഘടിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി അധ്യക്ഷയാകും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. തൃശൂർ മുല്ലശ്ശേരി ഉപജില്ലാ കായികമേളയ്ക്ക് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. 42 സ്കൂളുകളിൽ നിന്നായി 700-ൽ പരം കായിക പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. 3000 മീറ്റർ സീനിയർ വിദ്യാർത്ഥികളുടെ ഓട്ടമത്സരത്തോടെയായിരുന്നു തുടക്കം. അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ശാസ്താംപാട്ട് കലാകാരൻ ദിനേശൻ കൈനൂരിന് സമ്മാനിക്കുമെന്ന അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1 പവന്റെ സ്വർണ്ണ ലോക്കറ്റും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കൊല്ലം ചിതറയിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്രവാഹനം കത്തിനശിച്ചു. ചോഴിയേക്കാട് സ്വദേശി രാജീവിന്റെ ഇരുചക്രവാഹനമാണ് കത്തിനശിച്ചത്. രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. ആളപായമില്ല. തൃശൂർ എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാനയും കാഴ്ച സമർപ്പണവും നൊവേനയും നടന്നു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പനവൂരിൽ മലമുകൾ റോഡിൽ അറവു മാലിന്യം തള്ളിയ ആൾ പിടിയിൽ. വിവിധ സ്ഥലങ്ങളിലായി ബിസ്മി ഹലാൽ ചിക്കൻ സ്ഥാപനം നടത്തുന്ന ഇർഷാദാണ് പിടിയിലായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പണി പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രവൃത്തിയുടെ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ചീഫ് എഞ്ചിനീയർക്കും ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശം നൽകി. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന പിടിച്ചുപറി സംഘം പോലീസ് പിടിയിൽ. സാഹസികമായി പ്രതികളെ പിടികൂടുന്നതിനിടെ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇവർ അറസ്റ്റിലായതോടെ തുമ്പില്ലാതെ കിടന്നിരുന്ന കവർച്ചാ കേസുകളും തെളിഞ്ഞു. കുന്നംകുളം കീഴൂർ സ്വദേശി ശ്രീകുട്ടൻ, ചാവക്കാട് സ്വദേശി അനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. വേനൽക്കാലത്ത് ശുദ്ധജലക്ഷാമം ഒഴിവാക്കുന്നതിനും വരൾച്ചയെ അതിജീവിക്കുന്നതിനുമായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജല ബജറ്റ് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കിയ ബജറ്റിന്റെ പ്രകാശനം തവനൂർ MLA ഡോക്ടർ KT ജലീൽ നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ചുമതലയേൽക്കും. പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി അത്താഴ പൂജ കഴിഞ്ഞ് അധികാര ചിഹ്നമായ താക്കോൽ കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് സ്ഥാനമൊഴിയും. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് താക്കോൽ പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കും. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമം. വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. പോലീസ് RSS സർക്കാർ കൂട്ടുകെട്ടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യം. തൃശൂർ കരുമത്ര കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ PG വൈൽഡ് ലൈഫ് ഡിവിഷൻ PG വനവികസന ഏജൻസിയുടെ സഹകരണത്തോടെ തൃശൂർ പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയ്ക്ക് തുടക്കം. തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വട്ടപ്പാറയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിലായത് പാലോട് സ്വദേശി നിതിൻ. സമൂഹമാധ്യമം വഴി 2018-ലാണ് പ്രതി യുവതിയെ പരിചയപ്പെട്ടത്. ലേസർ ആൻജിയോപ്ലാസ്റ്റി സംവിധാനവുമായി പത്തനംതിട്ട പരുമല ആശുപത്രി.
ലോക ഹൃദയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു.